எண்ணங்கள் ஏக்கங்கள் எல்லாமே அறிந்திருக்கின்றீர். எண்ணங்கள் ஏக்கங்கள் எல்லாமே அறிந்திருக்கின்றீர். நான் நடந்தாலும் படுத்தாலும் அப்பா நீர் அறிந்திருக்கின்றீர். நடந்தாலும் படுத்தாலும் அப்பா நீர் அறிந்திருக்கின்றீர். நன்றி ராஜா இயேசு ராஜா, நன்றி ராஜா இயேசு ராஜா, என்னை காண்பவரே, தினம் காப்பவரே, என்னை காண்பவரே, தினம் காப்பவரே. ஆராய்ந்து அறிந்திருக்கின்றீர், சுற்றி சுற்றி சூழ்ந்திருக்கின்றீர். ஆராய்ந்து அறிந்திருக்கின்றீர், சுத்தி சுத்தி சூழ்ந்திருக்கின்றீர். நான் அமர்வதும் நான் எழுவதும், நான் அமர்வதும் நான் எழுவதும் நன்றாய் நீர் அறிந்திருக்கின்றீர். நன்றாய் நீர் அறிந்திருக்கின்றீர். என்னை காண்பவரே, தினம் காப்பவரே, என்னை காண்பவரே, தினம் காப்பவரே. ഹലോ, പ്രൈസ് ലോർഡ് എന്നുണ്ട്. സന്തോഷമായിരിക്കുന്നു. ഈ പ്രഭാതത്തിൽ നിങ്ങളെ കാണാൻ കഴിഞ്ഞതിൽ വളരെ സന്തോഷം. നിങ്ങൾ സുഖമായിരിക്കുന്നല്ലോ. ദൈവം അനുഗ്രഹിക്കട്ടെ. ഈ പ്രഭാതത്തിൽ സന്തോഷത്തോടെ ബലത്തോടെ ആരോഗ്യത്തോടെ കർത്താവ് നിങ്ങളെ എഴുന്നേൽപ്പിച്ച് ഓർത്ത് ദൈവത്തിന് സ്തോത്രം ചെയ്തു. പിന്നെ എഴുന്നേറ്റ് ഇരുന്നുകൊണ്ട് ഈ പ്രസംഗം കേട്ടേ കേട്ടോ. ആമേൻ, സ്തോത്രം. ദൈവം നിങ്ങളെ അനുഗ്രഹിക്കട്ടെ. കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ നിങ്ങൾ സന്ദേശം കേൾക്കുന്നുണ്ടായിരുന്നു. ദൈവം നിങ്ങളെ സമൃദ്ധിയായിട്ട് അനുഗ്രഹിക്കട്ടെ. പിന്നെ ഒരു മക്കതോന്യക്കാരനായ ഒരു പുരുഷൻ അരികെ നിന്നെന്നും പറഞ്ഞ ഒരു ഭാഗം എഴുതിയിട്ടുണ്ടല്ലേ. അപ്പോസ്തല പ്രവൃത്തി 16-ാം അധ്യായത്തിന്റെ 9-ാം വാക്യത്തിൽ രാത്രി ദർശനം പൗലോസിനുണ്ടാകുകയാണ്. ആ ദർശനത്തില് ഒരു മക്കതോന്യക്കാരനായ പുരുഷൻ അരികെ നിൽക്കുന്നു എന്ന് പറയുന്നുണ്ട്. അരികെ നിൽക്കുന്നുണ്ട്. എന്നിട്ട് അദ്ദേഹം പറഞ്ഞിങ്ങനെയാണ്, ഞങ്ങളെ വന്ന് സഹായിക്കുക, ഞങ്ങളെ വന്ന് സഹായിക്കുക. ഇതൊരു ദർശനമാണ്. ആ ദർശനം പൗലോസ് കണ്ടു കഴിഞ്ഞപ്പോൾ ആ ദർശനത്തിന്റെ പൂർത്തീകരണം നടക്കേണ്ടതിന് വേണ്ടി താൻ അതിനുവേണ്ടിയുള്ള ശ്രമം നടത്തുന്ന ഭാഗമാണ് താഴോട്ടുള്ള കഥ നമ്മൾ വായിക്കുമ്പോൾ കാണാൻ കഴിയുന്നത്. ദൈവത്തിന് സ്തോത്രം. ഈ മക്കതോന്യയിലേക്ക് ഒരു വിളി അല്ലെ, മക്കതോന്യയിലേക്ക് ഒരു വിളി. അത് പറയുന്നതാണ്, ഞങ്ങളെ വന്ന് സഹായിക്കാം. ഇത് മിനിസ്ട്രിയുമായിട്ട് ബന്ധപ്പെട്ടുള്ള ഒരു ദർശനമാണ്. അതുകൊണ്ട് തന്നെ മിനിസ്ട്രിയുമായി ബന്ധപ്പെട്ടിട്ടുള്ള ഒരു യാത്രയാണ് ഇനി അദ്ദേഹം ചെയ്യേണ്ടിയിരിക്കുന്നത്, ചെയ്യേണ്ടിയിരിക്കുന്നത്. ദൈവത്തിന് സ്തോത്രം. ഈ ചില ദർശനങ്ങൾ വെളിപ്പാടുകളൊക്കെ നമുക്ക് കിട്ടിക്കഴിഞ്ഞാൽ നമ്മൾ പിന്നെ അനങ്ങൂല്ല. അത് അടുത്ത ഒന്നുകൂടെ കാണാൻ നോക്കിയിരിക്കുക ഇല്ല, അങ്ങനെയല്ലേ? നിങ്ങളോട് ദൈവത്തിൻ്റെ ആത്മാവ് ഒരു ദർശനം നൽകി നിങ്ങൾ മൂവ് ചെയ്യണമെന്ന് പറയുമ്പോൾ പിന്നെ നമ്മൾ ചിന്തിക്കുന്നതിനറിയോ, ഇനി ഒരാളും കൂടെ ഒന്ന് പറയട്ടെ, ഒരാൾ ഇനിയിപ്പോൾ എനിക്ക് തോന്നിയതാണെങ്കിലോ, അങ്ങനെ ഒരു ചിന്താഗതിക്കാരാണ് നമ്മൾ. ദൈവത്തിന് സ്തോത്രം. എന്നാൽ കർത്താവായ യേശുക്രിസ്തുവിന്റെ നിസ്സീമമായ സുവിശേഷം അനേക ഇടങ്ങളിൽ എത്തണമെന്ന് ആഗ്രഹിക്കുന്ന പൗലോസ്, ഹൃദയത്തിനകത്ത വാഞ്ച അതാണ്. എവിടെ പോയി, പണ്ടൊരു പാട്ടില്ലേ, എവിടെ പോയി ഞാൻ എൻ്റെ ജീവൻ വെക്കണം, പാടിയിട്ടില്ലേ? നിങ്ങൾ ഒരുപാട് പാടിയിട്ടുണ്ട്. പക്ഷെ നിങ്ങൾ വീട്ടിൽ ഇരുന്ന് തന്നെ ജീവൻ വെക്കുന്ന കണ്ടീഷനിലാണ് ഇപ്പോൾ ഉള്ളത്.
സ്തോത്രം. എവിടെ ഒരു ഒരു സുവിശേഷത്തിന് ഒരു വാതിൽ തുറന്നു കിട്ടുമോ അങ്ങോട്ട് പോകാൻ പൗലോസ് റെഡി ആയിട്ടിരിക്കുകയാണ്. ഞാൻ ഇന്ന് രാവിലെ നിങ്ങളോട് ഇത് തന്നെ പറയാൻ ആഗ്രഹിക്കുന്നത്. ഇന്ന് രാവിലെ പരിശുദ്ധാത്മാവിൽ നിങ്ങളോട് സംസാരിക്കാൻ ആഗ്രഹിക്കുന്നത്, നിങ്ങൾ കണ്ട, നിങ്ങളെക്കുറിച്ച് പല ദൈവദാസന്മാർ പറഞ്ഞ, പല പ്രവാചകന്മാർ പറഞ്ഞ ദൈവശബ്ദം എവിടെ എവിടെ എവിടെ? ഒരുപാട് കേട്ടില്ലേ? ഏത് ഉപവാസ പ്രാർത്ഥന, ഏതെങ്കിലും ഒരു മീറ്റിങ്ങിൽ പോയിരുന്നാൽ അന്നേരം അവിടെ ഇരിക്കുന്ന അല്ലെങ്കിൽ അവിടെ കടന്നു വന്നിരിക്കുന്ന ദൈവദാസൻ വചനം ശുശ്രൂഷിക്കുന്നതിന് മുമ്പേ നിങ്ങളോടാണ് ആലോചന പറഞ്ഞത്. നിങ്ങളോടാ പറഞ്ഞത്. എന്താ പറഞ്ഞേ? നിനക്ക് ഇനി സമയമില്ല കേട്ടോ, ഇനി പെട്ടെന്ന് ഇറങ്ങിയില്ലെങ്കിൽ വാളിന് മൂർച്ച കൂട്ടുന്നൊക്കെ പറഞ്ഞ് എന്തേരും ഇല്ലേ? ദൈവശബ്ദങ്ങൾ കേട്ടില്ലേ? അല്ലേ സഹോദരി? എന്തേലും ദൈവശബ്ദം കേട്ടു. എന്നിട്ടും ഇങ്ങനെ അറച്ചറച്ച് നിൽക്കുക. സ്തോത്രം. അറച്ചറച്ച് നിൽക്കല്ലേ? പല പ്രാവശ്യം ഈ ഇറങ്ങാനുള്ള പരുവത്തിൽ ഓങ്ങി വന്നതാ. പക്ഷെ അന്നേരത്തേക്ക് അല്ല, പിന്നെ രണ്ടാഴ്ച കൂടെ കഴിയട്ടെ. കണ്ടോ, തള്ളി 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 മുമ്പ് കർത്താവിന്റെ കാര്യം തള്ളി വെക്കാൻ പറ്റൂല. അതാണ് വേറെ. സ്തോത്രം. കർത്താവിന്റെ കാര്യം മാത്രം തള്ളി വെക്കും, ബാക്കിയുള്ള കാര്യങ്ങളൊക്കെ മുറയ്ക്ക് നടക്കും. ഇല്ലേ? പൗലോസിന്റെ ഉള്ളിലെ ആഗ്രഹം കർത്താവിന്റെ ഒരു ധീര പടയാളിയായിട്ട് കളത്തിലുണ്ടാകണം എന്നുള്ളതാണ്. സ്തോത്രം. അങ്ങനെയുള്ള വ്യക്തിക്ക് അടുത്തൊരു ദർശനം എന്ന് പറയുന്നത് പുറപ്പെടാൻ ഒരുക്കത്തിനുള്ള തയ്യാറെടുപ്പ് നടത്താനുള്ള ഒരു ആവേശം നൽകുന്ന കാര്യമാണ്. സ്തോത്രം. പ്രൈസ് ദി ലോർഡ്. മക്കതോന്യക്കാരനെ പുരുഷൻ അരികെ നിന്ന് പറയാണ്, ഒരു ദർശനം കാണുക. ആ ദർശനം ഇങ്ങനെയാണ്. അദ്ദേഹം പറയാ, ഞങ്ങളെ വന്ന് സഹായിക്കുക. സ്തോത്രം. എന്നെ കേൾക്കുന്ന ദൈവമക്കളെ, പുറപ്പെടേണ്ടതായിട്ടിരിക്കുന്നു. എങ്ങോട്ടാ? മക്കതോന്യയിലേക്കുള്ള ഒരു വിളി വന്നിട്ടുണ്ട്. മക്കതോന്യയിലോട്ടൊരു വിളി വന്നിട്ടുണ്ട്. സ്തോത്രം. ഞങ്ങളെ വന്ന് സഹായിക്കാം. ഞാനും എന്നോട് കൂടെയുള്ള സഹപ്രവർത്തകരും ആന്ധ്രയിലും തെലങ്കാനയിലും കർത്താവിന് വേണ്ടി അനേക സ്ഥലങ്ങളിൽ പ്രയോജനപ്പെടുന്നതിന്റെ പ്രധാനപ്പെട്ട കാര്യം അവിടുന്ന് ഉള്ള ദർശനമാണ്. ഞങ്ങളെ വന്ന് സഹായിക്കുക. എങ്ങനെ അവരെ സഹായിക്കാൻ കഴിയുക? സാമ്പത്തികമായിട്ട് സഹായിക്കാനല്ല അവർ പറയുന്നത്, ഞങ്ങളെ വന്ന് സഹായിക്കുക. ചില ഇടങ്ങളിൽ ദൈവശബ്ദം, സുവിശേഷം എത്തേണ്ടതായിട്ടുണ്ട്. ചിലർ രക്ഷിക്കപ്പെടേണ്ടതായിട്ടുണ്ട്. അവർ രക്ഷിക്കപ്പെടണമെങ്കിൽ വിശ്വാസത്തിന്റെ പ്രസംഗം അവർ കേൾക്കണം. പ്രസംഗം കേൾക്കണമെങ്കിൽ ആരെങ്കിലും പ്രസംഗിക്കണം. ആരെങ്കിലും പ്രസംഗിക്കണമെങ്കിൽ ആരെങ്കിലും അങ്ങോട്ട് പോകണം. സ്തോത്രം. പ്രതിസന്ധികൾ ഉണ്ടാകാം. സ്തോത്രം. ത്രോവാസിൽ നിന്ന് കപ്പൽ നീക്കി പോകുന്ന അപ്പോസ്തലനായ പൗലോസും കൂട്ടരും ഒരുപാട് പ്രതിസന്ധി തരണം ചെയ്താണ് പോകുന്നത്. അല്ലേ? കാത്തിരിക്കുന്നത് വലിയ വലിയ പൈശാചിക മണ്ഡലങ്ങൾ വിളയാടുന്ന കോട്ടകൾക്കകത്തേക്കാണ് കയറാൻ പോകുന്നത്. സ്തോത്രം. അവിടെയൊക്കെ മാനുഷിക ബലം കൊണ്ടോ ശക്തി കൊണ്ടോ ഒന്നും നടക്കുകയല്ല. പരിശുദ്ധാത്മാവിന്റെ അഭിഷേകത്തിന്റെ ശക്തി ഉണ്ടെങ്കിൽ നടക്കൂ. ദൈവത്തിന്റെ സ്തോത്രം. പൈശാചിക മണ്ഡലം ഇളകും. നമ്മളെ കാണുമ്പോഴേ പൈശാചിക മണ്ഡലങ്ങളെ ഇളകണം. ദൈവത്തിന്റെ സ്തോത്രം. ഞാനും എൻ്റെ ഭാര്യയും കൂടെ കഴിഞ്ഞ ദിവസം ഞങ്ങള് ഒരു അത്യാവശ്യ കാര്യത്തിന് വേണ്ടി ഒരു സ്ഥലത്ത് പോയിട്ട് തിരിച്ചു വരുന്ന സമയത്ത് സിറ്റിക്കകത്തൊരു വരിക, ഭൂതം ബാധിച്ചൊരു മനുഷ്യൻ ഞങ്ങളുടെ നേരെ അലറിയെടുത്തു. സ്തോത്രം. കണ്ട ഭയങ്കര ആ സിറ്റിക്കകത്ത് ഞങ്ങളുടെ നേരെ, വേറെ ആരുടെ നേരെ ഇല്ല. സ്തോത്രം. എന്തുകൊണ്ടാണെന്നറിയോ? നമ്മിൽ ഒരു ദൈവശക്തി, ഒരു ദൈവപ്രവൃത്തി നമ്മിൽ വ്യാപരിക്കുന്നത് കൊണ്ട് അദ്ദേഹത്തിന്റെ ശരീരത്തിൽ നിന്ന് എന്തൊക്കെയോ ചേഷ്ടകൾ കാണിച്ചുകൊണ്ട് ഒരു പൈശാചിക മണ്ഡലം വെളിപ്പെട്ടു വന്നു. സ്തോത്രം. എൻ്റെ ഭാര്യ എന്നോട് പറയാണ്,
അതെ, അതങ്ങനെ വന്ന എന്നറിയോ, നിങ്ങളുടെ മേലെ ഒരു ദൈവശക്തിയുണ്ട്, അതുകൊണ്ടാണ് വന്നതെന്ന് പറഞ്ഞു. സ്തോത്രം. ഹല്ലേലൂയ. ഒരുപാട് സ്ഥലങ്ങളിൽ ഞാൻ യാത്ര ചെയ്ത പല സ്ഥലങ്ങളിലും പൈശാചിക ബാധയുള്ളവരൊക്കെ ഇളകാൻ തുടങ്ങും. അതാണ് ചില സ്ഥലങ്ങളിൽ അങ്ങനെ സംഭവിച്ചിട്ടുണ്ട്. ഞാൻ എന്തിനത് പറഞ്ഞെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ഒരു മക്കതോന്യ വിളി നമ്മുടെ മേൽ കിടപ്പുണ്ട്. അത് ചിലരുടെ മാനസാന്തരത്തിന്, ചിലരുടെ മടങ്ങി വരവിന്, ചില ഭൂതം ബാധിച്ചവർ വിടുവിക്കപ്പെടുന്നതിന്. അവിടെ കൊണ്ട് തീർന്നില്ല കേട്ടോ. ചിലർ സ്തോത്രം ദൈവത്തിന്റെ പ്രവൃത്തിയെ അറിയേണ്ടതിന് വേണ്ടി, ആമേൻ, ഈ വിളിക്കകത്ത് ഇതെല്ലാം ഉണ്ട്. ഈ മക്കതോനിക്കാരനായ ഈ മനുഷ്യൻ നിങ്ങളെ വിളിക്കാൻ തുടങ്ങിയിട്ട് എത്ര നാളായി? നിങ്ങൾ എനിക്കും വിളി വന്നായിരുന്നു എന്ന് പറഞ്ഞതല്ലാതെ പോയോ? ഇറങ്ങിയോ? ഇറങ്ങണമെന്നേ. 2024 ആ വണ്ടിയെടുത്ത് ഒരാഴ്ചത്തേക്ക് ആമേൻ ചില സ്ഥലങ്ങളിലേക്ക് പോകണം, ചില ഗ്രാമങ്ങളിലേക്ക് പോകണം. ആമേൻ, ഭാഷ അറിയാമെങ്കിൽ അറിയാവുന്നിടത്തേക്ക് പോകണം. ഭാഷ അറിയത്തില്ലെങ്കിൽ, കർത്താവേ എനിക്ക് ഭാഷ അറിയില്ല, ഞാനിതാ പോവുക എന്നും പറഞ്ഞങ്ങ് പോകണം. അങ്ങനെ പോകുമ്പോൾ ഉണ്ടല്ലോ, ആദ്യത്തെ യാത്രയിൽ തന്നെ കുറഞ്ഞത് ഒരു 50 പേരെങ്കിലും സുവിശേഷം ഡയറക്റ്റ് കേൾക്കാനിടയാകും. ഇതുവരെ കേൾക്കാത്ത ആളുകൾ, കേട്ടവരല്ല കേൾക്കാത്ത ആളുകൾ. ഞാൻ എപ്പോഴും ഈ കേട്ടവരല്ല എന്ന് പറഞ്ഞിട്ട് കാര്യം എന്താണെന്നറിയോ, കേൾക്കാത്ത ഒരുപാട് ആളുകൾ കിടപ്പുണ്ട്. അങ്ങോട്ട് പോകാൻ ആളില്ല. ആര് പോകും? നിങ്ങൾ പോണം, ഞാൻ പോകണം. വേറെ ആരാണ്? കർത്താവ് നോക്കിക്കൊണ്ടിരിക്കുക. ഈ മറിയാമ്മ പോകുമോന്നറിയാൻ. ഞാൻ അവളെ രക്ഷിച്ചു, സൗഖ്യം കൊടുത്തു, വിടുതൽ കൊടുത്തു, എല്ലാ സംവിധാനവും ഞാൻ ചെയ്തു കൊടുത്തു. ഇനി പോകുമോന്നറിയാൻ നോക്കിയിരിക്കുക. സ്തോത്രം കേട്ടോ. എന്നെ നിങ്ങളെ കർത്താവ് നോക്കിയിരിക്കുക. ആരയക്കും എന്നുള്ളത് ഒരു പ്രധാനപ്പെട്ട കാര്യമാണ്. പക്ഷെ ഞാൻ ചോദിക്കട്ടെ, പോകാൻ റെഡിയാണോ? അയക്കാൻ ദൈവം അടുത്ത ആളെ എഴുന്നേൽപ്പിക്കും. സ്തോത്രം. അയക്കണം കേട്ടോ. അയക്കാൻ ചില ആൾക്കാർ വേണം. പോകാൻ ആളുകളുണ്ടെങ്കിൽ അയക്കാൻ ചിലർ വേണം. അതിന് ദൈവം ചില സ്ഥലങ്ങളിൽ എഴുന്നേൽപ്പിക്കും. അവൻ, ഞാൻ എപ്പോഴും പറയുന്നത് പോലെ, നിങ്ങൾ പോയാൽ മാത്രമേ അവർ വിടുവിക്കപ്പെടുകയുള്ളൂ. നിങ്ങൾക്ക് വേണ്ടി ദൈവം മാറ്റിവെച്ചിരിക്കുന്ന ചില ശുശ്രൂഷകളുണ്ട് കേട്ടോ. അത് ചെയ്യണം. ചിലപ്പോൾ അവിടെ പോയി നിങ്ങൾ പ്രവചിക്കേണ്ടതായിട്ട് വരും. അവിടെ പോയി ചിലപ്പോൾ ദൈവം നിങ്ങളെ കൊണ്ട് അത്ഭുതങ്ങളുടെ ശുശ്രൂഷ ചെയ്യിച്ചു വന്നേക്കാം. ഇതുവരെ നിങ്ങൾ ജീവിതത്തിൽ ചെയ്യാത്ത ചില ശുശ്രൂഷകൾ ദൈവം അവിടെ നിങ്ങളെ കൊണ്ട് ചെയ്തു വന്നേക്കാം. നമുക്കറിയത്തില്ല. സ്തോത്രം. ദൈവം അത്ഭുതങ്ങളുടെ ദൈവമാണ്. മക്കളില്ലാത്ത ഒരുപാട് പേര് മക്കളില്ലാത്തവര് 15ഉം 20ഉം ഒക്കെ വർഷം കഴിഞ്ഞ കപ്പിൾസുകൾ, അവര് വന്ന് പ്രാർത്ഥിച്ച് ദൈവാനുഗ്രഹത്താൽ കർത്താവിൻ്റെ സമയമായപ്പോൾ അവർക്ക് വേണ്ടി ദൈവം കുഞ്ഞുങ്ങളെ കൊടുത്തു. ആ കുഞ്ഞുങ്ങളൊക്കെ ഞാൻ പിറ്റേ വർഷം പോയി ചെന്ന സമയത്ത് അവരെയൊക്കെ എൻ്റെ കൈ കൊണ്ട് ഞാൻ ദൈവസന്നിധി സമർപ്പിച്ചിട്ടുണ്ട്. സ്തോത്രം. ഞാൻ പറയട്ടെ, ദൈവം നമുക്ക് വേണ്ടി ചില വഴികളെ തുറക്കുക മാത്രമല്ല, കർത്താവിൻ്റെ ഈ മക്കതോന്യ വിളി അനുസരിക്കുന്നവർക്ക് വേണ്ടി ഒരുപാട് ശുശ്രൂഷ ദൈവം മാറ്റിവെച്ചിട്ടുണ്ട് കേട്ടോ. ഒരുപാട് ശുശ്രൂഷ മാറ്റിവെച്ചിട്ടുണ്ട്. നമ്മൾ ചിന്തിക്കുക നമുക്കൊരു ശുശ്രൂഷ ഇല്ലെന്ന്. ഇല്ല, അങ്ങനെയല്ല. ഫീൽഡിലേക്ക് ഇറങ്ങി ദൈവം നിങ്ങൾക്ക് വേണ്ടി ചിലത് മാറ്റിവെച്ചിട്ടുണ്ട് സഹോദരി. അതുകൊണ്ട് എങ്ങനെയാ പോവുക എന്ന് ചിന്തിച്ചിരിക്കണ്ട, സമർപ്പിച്ചോ. ഈ രാവിലെ സന്ദേശം കേൾക്കുമ്പോൾ, ദൈവമേ, ഞാൻ അങ്ങനെ അവസരം എനിക്കുണ്ടായി, ഞാൻ പോവാം, ഞാൻ റെഡിയാണ് എന്ന് പറഞ്ഞാൽ മതി. ദൈവമാണ് അതിനുള്ള മുഖാന്തരങ്ങൾ ഒരുക്കുന്നത്. എതിലെങ്കിലും ദൈവം ഒരു മുഖാന്തരം ഒരുക്കും കേട്ടോ, നിങ്ങൾക്ക് വേണ്ടി. സ്തോത്രം. ആ മുഖാന്തരം ഒരുക്കുമ്പോൾ അവിടെ പോയി അവൻ ശുശ്രൂഷ ചെയ്യുവാൻ കർത്താവ് നിങ്ങൾക്ക് ബലം തരും. നിങ്ങൾ മുഖാന്തരം ഒരുപാട് പേര് കർത്താവിനെ അറിയും. സ്തോത്രം. ഇല്ലേ? അങ്ങനെ ഒരു മിഷൻ ട്രിപ്പ് നിങ്ങൾ ചെയ്യാൻ ഉദ്ദേശിക്കുന്നെങ്കിൽ ഒരു 10, 35, 35,000 രൂപ ഉണ്ടെങ്കിൽ ആ കാര്യം നടക്കും കേട്ടോ. ഒരു 10 ദിവസം പോയി വർക്ക് ചെയ്തിട്ട് തിരിച്ചു വരാൻ പറ്റും. സ്തോത്രം. അതുവഴി എത്രയോ ആളുകളാണ് സുവിശേഷം കേൾക്കുന്നത്.
ഞാൻ അതുകൊണ്ട് കൺവെൻഷനുകളും ക്രൂസൈഡുകളും ഞാൻ പരിഹസിക്കാറില്ല. ആമേൻ. നമ്മുടെ നാട്ടിൽ നടക്കുന്ന ചിലപ്പം ഒരു കൺവെൻഷനിൽ 2-3 പേരൊക്കെ ആയിരിക്കും സ്നാനപ്പെടുന്നത്. ആ സ്നാനപ്പെടുന്നത് ചിലപ്പം ഏതെങ്കിലും ദേവദാസന്മാരുടെ മക്കളോ വിശ്വാസികളുടെ മക്കളോ ഒക്കെ ആയിരിക്കും, അല്ലേ? സ്തോത്രം. നല്ല കാര്യമാണ്, നടക്കട്ടെ, അതും വേണമല്ലോ. പക്ഷേ നിങ്ങൾ ഈ ഫീൽഡിലോട്ട് ഇറങ്ങിയാൽ, ഈ ഈ ഈ കൊയ്ത്തിലോട്ട് ഇറങ്ങിയാൽ ഒരുപാട് പേര് നിങ്ങൾ മുഖാന്തരം കർത്താവിനെ അറിയാനിടയായിത്തീരും കേട്ടോ. അതുകൊണ്ട് അവൻ ഇന്ന് രാവിലെ ഒരു തീരുമാനം എടുക്കുകയല്ല, തീരുമാനം പുതുക്കണം. പുതുക്കണം. എന്താ പുതുക്കേണ്ടത്? കർത്താവെ, ഈ വർഷം എനിക്ക് അങ്ങ് ആയുസ് തരുന്നെങ്കിൽ എവിടെയെങ്കിലും ഒരു മിഷൻ ട്രിപ്പ് പോകാൻ കർത്താവെ എന്നെ സഹായിക്കണമേ. ദൈവം അതിനോട് ഞാൻ നിങ്ങൾക്ക് കൂടി പ്രാർത്ഥിക്കാൻ പോവാം. നിങ്ങൾക്ക് അതിനുള്ള വഴികൾ മുഖാന്തരം ഒരുക്കും. എനിക്കറിയാവുന്ന ഒരു ആൻറ്റി ഞങ്ങളുടെ അതിലൊക്കെ താമസിക്കുന്നുണ്ട്. ആ ആൻറ്റി, അവൻ മക്കൾ 2 പേരും ബാംഗ്ലൂരില്ല, ഒരു കുടുംബമായിട്ട് താമസിക്കുന്നു. ആൻറ്റി തന്നെ ഉള്ളൂടെ. അവർക്ക് വിദ്യാഭ്യാസത്തിനുണ്ടെന്ന് എനിക്കറിയത്തില്ല. പക്ഷെ അവർ ബൈബിൾ കോളേജിൽ പഠിച്ചു. ഈ വയസ്സാം കാലത്ത് പഠിച്ചിട്ട് അവര് ഇംഗ്ലീഷ് മീഡിയത്തിലും പഠിച്ചു കേട്ടോ. ഇംഗ്ലീഷൊക്കെ ഒരു തരത്തിൽ കൂട്ടി പിടിച്ച് വായിച്ചിരിക്കുന്ന ഒരു സൗകര്യമായിരുന്നു. പക്ഷെ അത്യാവശ്യം അവർ ഇംഗ്ലീഷ് മീഡിയത്തിൽ പഠിച്ചിട്ട് അവർ വീട്ടിൽ ഇരുന്നില്ല. അവരിവിടുന്ന്, എനിക്ക് അത്ഭുതം, അവർ ആസാമിന് പൊക്കളഞ്ഞു. ആസാമിൽ പോയി. ആസാം എവിടെയാണെന്നറിയോ? കൽക്കട്ട ചെന്നിട്ട് വേണം പോകാൻ ആസാമിന്. ഗുവാഹട്ടി വഴി ആസാമിൽ പോയി അവർ 1 മാസം വർക്ക് ചെയ്തിട്ട് അവർ തിരിച്ചു വന്നു. സാധനം അത് കഴിഞ്ഞ് അവർ ബോംബെക്ക് പോയി, 1 മാസം വർക്ക് ചെയ്ത് തിരിച്ചു വന്നു. അവർ തനിയെ എനിക്ക് അവരുടെ അപാര ധൈര്യമാണ്. സ്തോത്രം. തനിയെ യാത്ര ചെയ്യുക. ആസാമിലോട്ടൊക്കെ ബസ്സിനാണ് പോകേണ്ടത്. സ്തോത്രം. അവിടെ ട്രെയിൻ ഞാൻ ഇറങ്ങിയിട്ട് ഒരു ബസ്സിനാണ് പോയത്, ഒറ്റയ്ക്ക്. ഭാഷ അറിയത്തില്ല. അതാണ് അവർ പോയിട്ട് വന്നപ്പോൾ സാക്ഷ്യം പറയുന്നത് കേട്ടു. എന്നോട് പറഞ്ഞ, ഞാൻ പോയടത്തൊക്കെ ദൈവപ്രവൃത്തി ഉണ്ടായി, കർത്താവ് എന്നെ ഉപയോഗിച്ചു. സ്തോത്രം. കണ്ടോ? ഞാൻ അവരെ താരതമ്യം ചെയ്ത് പറയുകയല്ല, നിങ്ങൾക്കൊരു ഉത്സാഹം ഉണ്ടാകാൻ വേണ്ടി പറഞ്ഞു. അതുകൊണ്ട് ഇനിയുള്ള സമയം കളയരുത്. കാലിന് വാദം കയറി പിടിക്കുന്നതിന് മുമ്പ് എത്രയും പെട്ടെന്ന് കുറച്ച് കാലം കൂടെ കർത്താവിന് വേണ്ടി ഓടണം. ഞാൻ നിങ്ങൾക്ക് പ്രാർത്ഥിക്കാൻ രാവിലെ കണ്ണുകൾ അടച്ചു. നല്ല ദൈവമേ, സ്വർഗീയ നല്ല പിതാവേ, അവിടുത്തെ പുത്രരക്ഷിതമായ യേശു ക്രിസ്തുവിന്റെ നാമത്തിൽ ഒരുമിച്ച് ഞങ്ങൾ തിരുസന്നിധിയിലേക്ക് അടുത്ത് വരുന്നു. ഈ പ്രഭാതത്തിൽ ഈ കുടുംബത്തിന് വേണ്ടി ഞാൻ പ്രാർത്ഥിക്കുന്നു. കർത്താവെ, അവരെ ദൈവം ഉപയോഗിക്കണമേ. മക്കതോന്യക്കാരനായ ഒരു പുരുഷൻ അരികെ നിന്ന് പറയുകയാണ്, വന്ന് ഞങ്ങളെ സഹായിക്കുക. ആ ശബ്ദം ദൈവശബ്ദമായി ഏറ്റെടുത്തുകൊണ്ട് പൗലോസും കൂട്ടരും യാത്ര ചെയ്തു തുടർന്നു. കർത്താവെ, അതുപോലെ ദൈവത്തിന്റെ ശബ്ദം കേട്ട് എങ്ങോട്ടാണ് പോകേണ്ടത്, കർത്താവിന്റെ ശബ്ദത്തിനായി കാത്തിരിക്കുന്ന ഈ കുടുംബത്തെ ദൈവം അനുഗ്രഹിക്കണമെന്ന് പ്രാർത്ഥിക്കും. ഞാൻ അവരെ അനുഗ്രഹിച്ചു പ്രാർത്ഥിക്കുക. കർത്താവ് കൃപ ചെയ്യണമേ. അവർക്ക് യാത്ര ചെയ്യാനുള്ള സംവിധാനം ഒരുക്കി കൊടുക്കണമേ. എല്ലാ സംവിധാനവും ദൈവം ഒരുക്കി കൊടുക്കണമെന്ന് പ്രാർത്ഥിക്കും. ചിലർ മാനസാന്തരപ്പെട്ട് അങ്ങയുടെ സന്നിധിക്ക് വരുവാൻ കർത്താവ് ഇടയാക്കണമേ, ഉപയോഗിക്കണമേ. കർത്താവ് പ്രാർത്ഥനയുടെ നന്ദി യേശു ക്രിസ്തുവിന്റെ നാമത്തിൽ തന്നെ. ആമേൻ, ആമേൻ, ആമേൻ. പ്രിയരെ, ഈ നിങ്ങളുടെ മക്കളെയും കൂടെ, പ്രായമുള്ള മക്കളെ ആണെങ്കിൽ അവരെയും കൂടെ ഈ സുവിശേഷ വേലയിൽ പ്രോത്സാഹിപ്പിക്കണം കേട്ടോ. അവര് പ്രായമുണ്ടെങ്കിൽ, അവർക്ക് പ്രസംഗിക്കാനൊന്നും കഴിയില്ലെങ്കിലും സാധനം എടുത്ത് പൊക്കാനുള്ള ആരോഗ്യമുണ്ടല്ലോ, സാധനങ്ങളൊക്കെ എടുത്ത് പൊക്കാനുള്ള അത് മതി. അവൻ സുവിശേഷ വേലയിൽ ഏതെങ്കിലും ഒരു ഭാഗത്ത് പ്രയോജനപ്പെടട്ടെ കേട്ടോ, പ്രയോജനപ്പെടട്ടെ. ഇനി എൻ്റെ മകനെ ദാനിയേൽ പാസ്റ്റർ കൂടെ ഒരു 10 ദിവസം മിഷൻ ട്രിപ്പിന് വിടാൻ ആഗ്രഹമുണ്ടെന്ന് നിങ്ങൾ പറയുവാണെങ്കിൽ നിങ്ങൾ എന്നെ വിളിച്ചാൽ മതി. സ്തോത്രം. തീരെ പൊടിപ്പിള്ളേർ വേണ്ട. ഒരു +2 ഒക്കെ കഴിഞ്ഞ പിള്ളേരാണെങ്കിൽ, അല്ലെങ്കിൽ ഒരു 10ാം ക്ലാസ് ഒക്കെ കഴിഞ്ഞ് +2 ഒക്കെ കഴിഞ്ഞ പിള്ളേരാണെങ്കിൽ അവരെ എൻ്റെ കൂടെ 10 ദിവസം വിട്ടു. അവർ ഫീൽഡിൽ നിന്ന് വരുമ്പോൾ ഒരു മിഷണറി ആയിട്ട് തിരിച്ചു വരും. ഞാനതിന് നിങ്ങൾക്ക് ഗ്യാരണ്ടി തരാം. സ്തോത്രം. ആമേൻ. അങ്ങനെ എൻ്റെ കൂടെ പല ആൾക്കാരും വരാറുണ്ട്. സ്തോത്രം. അവർ കഴിഞ്ഞ ദിവസം വന്ന ബെസ്റ്റിൻ, ആമേൻ, നല്ലൊരു ചെറുപ്പക്കാരൻ പയ്യൻ, നന്നായിട്ട് കർത്താവിന് വേണ്ടി പ്രയോജനപ്പെട്ടു. അവൻ ആത്മശക്തിയിൽ അവൻ ശുശ്രൂഷിക്കുന്നത് ഞാൻ കണ്ടു. ദൈവത്തിന് സ്തോത്രം. എനിക്ക് ട്രാൻസ്ലേറ്റ് ചെയ്ത ബെസ്റ്റ് നല്ലൊരു ചെറുപ്പക്കാരൻ പയ്യനാണ് അവൻ. അവനിൽ ഒരു വലിയ മിഷണറിയെ ഞാൻ കണ്ടത്. അവനിൽ ഒരു വലിയ മിഷണറിയെ കണ്ടു. സ്തോത്രം. അടുത്ത മിഷൻ ട്രിപ്പിലും ബെസ്റ്റിന് എന്നോടൊപ്പം ഉണ്ടാവും. ദൈവത്തിന് സ്തോത്രം. നിങ്ങൾ ഞങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കണം കേട്ടോ, മറക്കരുത്. ദൈവം നിങ്ങളെ
സമൃദ്ധിയായിട്ട് അനുഗ്രഹിക്കട്ടെ.